സാധാരണ ഒരു ഷൂട്ടിങ്ങിനും എൻ്റെ ഭാര്യ അങ്ങനെ വരാറില്ല ബോംബെയിൽ കാണാൻ വേണ്ടിയിട്ട്. വളരെ അപൂർവമായിട്ട് ഷാറൂഖിൻ്റെ ഷൂട്ടിങ്ങിനുണ്ടെങ്കിൽ വരും. ഷാറൂഖിനെ ഇഷ്ടമായതുകൊണ്ട് ഷാറൂഖിൻ്റെ ഷൂട്ടിങ്ങിന് വരും. അല്ലാതെ ഒരു ഷൂട്ടിങ്ങിൽ എൻ്റെ ഭാര്യ വരാറില്ല. ഞാൻ അത്രയും അഡ്വർടൈസ്മെന്റ് ഇതുവരെ വന്നിട്ടേ ഇല്ല അഡ്വർടൈസ്മെന്റ് ഷൂട്ടിങ്ങിന്. അപ്പോൾ മമ്മൂട്ടി എന്ന സമയത്ത് ഞാൻ വരുന്നുണ്ട് അങ്ങോട്ട് വന്നിട്ട്. അങ്ങനെ എൻ്റെ ഭാര്യയും ബീനയും പിന്നെ മാളവികയും അവർ രണ്ടുപേരും വന്നു. മമ്മൂട്ടിക്ക് മലയാളം കിട്ടി ഇവിടെ സംസാരിക്കാൻ വേണ്ടി. അപ്പോൾ മമ്മൂട്ടിയും അവരൊക്കെ ഇരുന്ന് സംസാരിച്ച് കുറേ നേരം സംസാരിച്ചുകൊണ്ടിരിക്കുക ദിവസം മുഴുവൻ. അങ്ങനെ എന്തൊക്കെയായി ഇങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ആ ദിവസം വൈകുന്നേരം ആകുമ്പം പിന്നെ മമ്മൂട്ടി ചോദിച്ചു മോളോട്, എന്നോട് പറഞ്ഞു, ഞാൻ കേട്ടിട്ടില്ല, എന്നോട് ചോദിച്ചു മോൾക്ക് സിനിമയിലൊക്കെ അഭിനയിച്ചൂടെ? എൻ്റെ കൂടെ അല്ല, പിന്നെ ചെറുപ്പക്കാരുടെ കൂടെ അഭിനയിച്ചു. അവള് പറഞ്ഞു, എനിക്കറിയില്ല, കാരണം അങ്ങനെ ഒരു തോന്നലേ ഉണ്ടായിരുന്നില്ല. തീരുമാനിച്ചിട്ടില്ല, അല്ല ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു തോന്നലേ ഉണ്ടായിരുന്നില്ല. ആക്ടർ ആവണമെന്ന് തോന്നലേ ഉണ്ടായിരുന്നില്ല. മമ്മൂട്ടി കുറെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഐപാഡിലൊക്കെ ആ സമയത്ത്. വെറുതെ ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കുന്നതിന്റെ ഫോട്ടോ ഉണ്ട്. ഫോട്ടോ ഒക്കെ എടുത്തിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു ഫോൺ വരുന്നത്, പിന്നെ ഇവിടെ സിനിമാട്ടോഗ്രാഫർ അളകപ്പനുണ്ട്. അളകപ്പൻ പുതിയൊരു സിനിമ പിന്നെ ചെയ്യാണ്. അപ്പോൾ ദുൽഖറാണ് അതിൽ പിന്നെ അഭിനയിക്കുന്നത്. അപ്പോൾ ദുൽഖറിൻ്റെ ഓപ്പോസിറ്റായിട്ട് മോള് പിന്നെ മമ്മൂട്ടി സാറ് പറയുന്നുണ്ടായിരുന്നു, മോൾക്ക് ഇഷ്ടമുണ്ടാകുമോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ ചോദിക്കാം അവളോട് ഇഷ്ടമുണ്ടോന്ന്. അപ്പം ഞാൻ ചോദിച്ചു. അവൾ പറഞ്ഞു, അതിൽ ട്രൈ ശ്രമിച്ചു നോക്കാം, ഞാൻ ശ്രമിച്ചു നോക്കാന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് അവളുടെ കരിയർ തുടങ്ങിയത്. അത് ശരിക്കും ചെയ്തത് ഉറപ്പായിട്ടും പിന്നെ മമ്മൂട്ടി സാർ തന്നെയാണ്.